ഹലോ ഫ്രണ്ട്സ്, ഈ ക്രിസ്മസ് സീസണിൽ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ട് എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യമാണല്ലേ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഏറ്റവും മനോഹരമായിട്ട് അലങ്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ട് നമുക്ക് സാധാരണ കടകളിൽ കിട്ടാത്ത, എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചില ക്രിസ്മസ് ഓർണമെൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വ്യത്യസ്തമായ ഈ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പേപ്പർ വെച്ചിട്ടുള്ള ഓർണമെൻ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് സ്ക്വയർ ഷേപ്പായിട്ട് നമ്മൾ വെട്ടിയെടുക്കണം. അപ്പോൾ ഒരെണ്ണം ഇത്തിരി വലുപ്പം കൂടിയതും മറ്റേ ഇത്തിരി വലുപ്പം കുറഞ്ഞതും. എന്നിട്ട് ഇതിങ്ങനെ മടക്കണം. ഈ സ്ക്വയർ ഷേപ്പ് നമ്മൾ ഈ രീതിയിൽ മടക്കിയിട്ട് നമ്മളിത് ഇതുപോലെ വെട്ടിയെടുക്കണം. കണ്ടോ, ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് നമ്മൾ നിവർത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഫ്ലവറിൻ്റെ ബേസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ആ സ്ക്വയർ, ചെറിയ സ്ക്വയർ മടക്കണം. കണ്ടോ, ഇതുപോലെ മടക്കിയിട്ട് കണ്ടോ 2 പ്രാവശ്യം ഇതുപോലെ മടക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഇതുപോലെ മടക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ പെറ്റൽ ഷേപ്പിൽ ഇതുപോലെ വെട്ടിയെടുക്കുക. ഇത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഒരു ചെറിയ ഐഡിയ ഉള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ഫ്ലവറും കിട്ടി. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് വേണ്ട ഒരു ഡിസൈനാണ് വേണ്ടത്. അതിന് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. നീളത്തിലൊരു പീസാണ്, ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ നീളവും ഒരു 3-4 സെൻറ്റിമീറ്റർ വീതിയും, അങ്ങനെയുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് പകുതിയായിട്ട് ഇങ്ങനെ മടക്കുക, നീളത്തിൽ മടക്കുക, ഒരേ വീതിയിൽ. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും നമ്മൾ ഒരു ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നേരത്തെ ഞാനെടുത്ത സ്ക്വയർ പീസസ് ഉണ്ടല്ലോ, ആ വലിയ സ്ക്വയർ പീസ് നമുക്ക് ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വലുപ്പം. ചെറിയ പീസ് ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ. കണ്ടോ, എന്നിട്ട് ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മളിങ്ങനെ അളന്ന് കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അതിങ്ങനെ നമ്മൾ സിസേഴ്സ് വെച്ച് അടുപ്പിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത അതുണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒട്ടിച്ചു കൊടുത്ത എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് ഒന്നും കൂടി നമ്മളൊന്ന് ചുറ്റി ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ. അപ്പോൾ അതിൻ്റെ ആ താഴ്ഭാഗം ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത മുകൾ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മുടെ പൂവിൻ്റെ ആ സെൻറ്ററിൽ വരുന്നൊരു ഡിസൈനില്ലേ, അതുപോലെ ആയി വരും. കണ്ടോ, അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു. കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഇതുപോലെ വരും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ആ നമ്മുടെ വലിയ ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ചെറിയ ഫ്ലവറിൻ്റെ ഷേപ്പ് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ. ഇനി വീണ്ടും ആ ചെറിയ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ വെച്ചിട്ട് നമ്മളുണ്ടാക്കിയ മറ്റേ ഡിസൈൻ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഓർണമെൻറ്റ്, ഫ്ലവർ ഡിസൈൻ ഓർണമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഓർണമെൻറ്റ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഓർണമെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡൻ കളർ റിബണാണ്. അപ്പോൾ ഈ റിബൺ നമുക്കൊരു 6 പീസസായിട്ട് വെട്ടിയെടുക്കണം, ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ നീളത്തിൽ. അപ്പോൾ ഒരേ നീളത്തിൽ 6 പീസസ് വെട്ടിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈസി ആയിട്ട് അങ്ങ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തു. 6 പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ പീസിൻ്റെയും 2 അറ്റവും നമ്മളിങ്ങനെ ഈ പൂവിൻ്റെ ഇതളുകളുണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ, ഏത് ഷേപ്പിൽ വെട്ടിയെടുക്കണം എന്നുള്ളത്. ഞാനിവിടെ സിമ്പിളായിട്ട് ഇതുപോലെയാണ് വെട്ടിയെടുക്കുന്നത്. ഇതുപോലെ ഒരു വളച്ച് ഇങ്ങനെ വെട്ടിയെടുത്തു. അങ്ങനെ അത് നമ്മൾ 2 എൻഡിലും വെട്ടിയെടുക്കണം. ഈ 6 പീസസും നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കണം. കണ്ടോ, ഒന്നാമത്തെ ഇത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇതളും വെട്ടിയെടുക്കുവാണ്. അതുപോലെ നമ്മൾ 6 പീസസും വെട്ടിയെടുക്കുക. അപ്പോൾ ഈ ഗോൾഡൻ റിബൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത്തിരി വീതിയുള്ള റിബണാട്ടോ, സാറ്റിൻ റിബൺ അല്ല. നമുക്ക് കടകളിൽ പലതരത്തിലുള്ള റിബണുകൾ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിനകത്ത് ഇത് ഇത്തിരി ഒരു സ്റ്റിഫായിട്ട് ഇരിക്കുന്ന ഒരു റിബണാണ്. ഇനി നമ്മൾ ആദ്യത്തെ പെറ്റലുണ്ടല്ലോ, അത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ,
ഇനി അതിൻ്റെ പുറത്തായിട്ട് ആദ്യം ഗ്ലൂ വെച്ചതിൻ്റെ പുറത്തായിട്ട് ഇത്തിരിയും കൂടി ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കണം. മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. കണ്ടല്ലോ? അപ്പോൾ നമുക്കിതാ ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ 6 പെറ്റൽസിലും ചെയ്തെടുക്കണം. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ കണ്ടോട്ടോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതുപോലെ സെൻറ്ററിൽ ഗ്ലൂ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. കണ്ടോ? ഇതാണ് ഡിസൈൻ. അപ്പോൾ നമ്മളിതുപോലെ 6 ഡിസൈൻസ് ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മളിത് ഒന്നിന് മീതെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? ഒന്നാമത്തേൻ്റെ മീതെ രണ്ടാമത്തെ പെറ്റൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഗ്യാപ്പ് കണക്കാക്കിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ? ഇനി അടുത്ത ഗ്യാപ്പിലോട്ട് നമ്മൾ അടുത്ത പെറ്റൽ വയ്ക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 4 പെറ്റൽസ് വെച്ച് കൊടുത്തു. ഇനി 5ാമത്തെയും 6ാമത്തെയും പെറ്റൽസ് അടുത്ത ഗ്യാപ്പ് നോക്കിയിട്ട് അങ്ങ് മീതെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി 5ാമത്തെ പെറ്റൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത ഗ്യാപ്പ് എവിടെയാണോ ഫിൽ ചെയ്യണേ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാതിരി ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ? ഇനി നമ്മുടെ ലാസ്റ്റ് പെറ്റലും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലവർ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഫുൾ പെറ്റൽസും ആയി. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളർ തന്നെ ഒരു ബീഡ്. കേട്ടോ? ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഈ 2 ഫ്ലവർ ഓർണമെൻറ്റ്സും കംപ്ലീറ്റ് ആയി. കണ്ടോ? ഒരെണ്ണം പേപ്പർ വെച്ചും ഒരെണ്ണം റിബൺ വെച്ചും. അപ്പോൾ ഈ 2 ഓർണമെൻറ്റ്സും വെച്ച് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിട്ടുണ്ട്. മെയിൻലി ഈ 2 ഓർണമെൻറ്റ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ പേപ്പറും കൊണ്ടുണ്ടാക്കിയ റെഡ് കളർ ഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് ഈ റിബൺ ഡിസൈനിങ് മെയിൻലി ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഗോൾഡൻ കളർ ഫ്ലവറാണ് ഒരു ഹൈലൈറ്റിംഗ് ഓർണമെൻ്റായിട്ട് ഈ ക്രിസ്മസ് ട്രീയിൽ ത്രൂ ഔട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കയ്യിലൊരു കളർ പേപ്പറും ഒരു റിബണും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്കൊരു ഡിസൈനർ ക്രിസ്മസ് ട്രീ വളരെ എളുപ്പത്തിൽ അലങ്കരിച്ചെടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ ക്രിസ്മസ് ട്രീ എങ്ങനെ നമുക്ക് അലങ്കരിക്കാം, ഒരു ഡിസൈനർ ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും കാണുക. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.